എൻ്റെ പേര് എലിസബത്ത് മാത്യു. ഞാൻ കുറവലങ്ങാട്ട് നിന്ന് വരുന്നു. ഞാനൊരു ഡയറ്റീഷ്യനാണ്. ഞാൻ തിരുവല്ല ബിലീവേഴ്സിലാണ് ലാസ്റ്റ് വർക്ക് ചെയ്തത്. കറൻ്റ്ലി വർക്ക് ചെയ്യുന്നില്ല. ഇതെൻ്റെ ഹസ്ബൻഡ് ഡോൺ. ഞങ്ങളുടെ കുഞ്ഞ് ജോവിറ്റ മരിയ ഡോൺ. ഞാൻ ഉടമ്പടി എടുത്തത് ഡിസംബർ 2022 27 ആയിരുന്നു. ആദ്യമേ തന്നെ ഞങ്ങളുടെ ഉടമ്പടി നിയോഗമായിട്ട് വെച്ചത് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകണമെന്നായിരുന്നു. കാരണം ഞങ്ങൾക്ക് 2 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകണം എന്നായിരുന്നു ഉടമ്പടി വെച്ചത്. 3 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും അത് ആദ്യത്തെ നിയോഗം തന്നെ സാധിക്കുകയും ചെയ്തു. ഞാൻ പ്രഗ്നൻ്റ് ആകുന്നതിന് തലേ മന്ത് മാർച്ചിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത്. ഫെബ്രുവരി മാസം എനിക്ക് വളരെയധികം കൂടിയൊരു ഫീവർ വരികയും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് 1 വീക്കോളം അഡ്മിറ്റായിരുന്നു. അതിന് ഒരുപാട് മെഡിസിൻസ് കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്റ്റീറോയിഡ് അടക്കം ഒരുപാട് മെഡിസിൻസ് എടുക്കേണ്ടി വന്നു. വളരെ കൂടുതലായിട്ടുള്ള ഇൻഫെക്ഷൻസ് ആയിരുന്നു എനിക്ക് വന്നത്. അതിനുശേഷം നെക്സ്റ്റ് മന്താണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ചിലപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇൻഫെക്ഷൻ്റെ രീതിയിൽ. പക്ഷേ ഫസ്റ്റ് മന്ത് തൊട്ട് 3 മന്ത് വരെ വലിയ കുഴപ്പമില്ലാതെ തന്നെ പ്രഗ്നൻസി മുമ്പോട്ട് പോയി. എനിക്ക് ഫസ്റ്റ് മന്ത് തൊട്ട് വൊമിറ്റിങ്ങും ഉണ്ടായിരുന്നു. പിന്നെ 3rd മന്തിൽ ഡ്രോപ്പ്ലർ സ്കാനിങ്ങിൽ കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറച്ച് കുറവായിട്ട് കണ്ടു. അങ്ങനെ കുറവായിട്ട് കണ്ടതിന് ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു, ആ ഇൻഫെക്ഷൻ്റെ ഇത് മൂലം വന്നതാണ്, നമുക്ക് നോക്കാം മുമ്പോട്ട് എങ്ങനെ പോകുമെന്നുള്ളത്. 5th മന്തിലെ അനോമലി സ്കാനിങ്ങിലെ കുഞ്ഞിൻ്റെ ഗ്രോത്ത് എത്രമാത്രം കുറവുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് പക്ഷേ ഉടമ്പടി തൈലം ഞാൻ ഡെയിലി കുരിശ് വരച്ച് വയറ്റിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ പ്രാർത്ഥന നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഒരു പ്രശ്നവും ഉണ്ടാകില്ല, ഒരു പ്രശ്നങ്ങളിലും ഉണ്ടാകാതെ തന്നെയായിരിക്കും മുമ്പോട്ട് പോകുന്നതെന്ന്. പക്ഷേ 5ാം മാസം അനോമലി സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ഗ്രോത്ത് കുറയുന്നതായിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇനി 2 വീക്സ് കൂടുമ്പം എല്ലാം സ്കാനിങ് നടത്താൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വരണം, എത്ര നാളത്തേക്ക് ഈ പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചേർപ്പുങ്കൽ മാർസ്ലീവ മെഡിസിറ്റി ഹോസ്പിറ്റലായിരുന്നു ഞങ്ങൾ ചെന്നുകൊണ്ടിരുന്നത്. അവിടെ ഡോക്ടർ അജിതയെ ആയിരുന്നു ഞങ്ങൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഡോക്ടർ വളരെ സപ്പോർട്ടായിട്ടുള്ള മാമായിരുന്നു, അതുപോലെ തന്നെ ദൈവവിശ്വാസിയായിരുന്നു. അപ്പോൾ ദൈവത്തിൽ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുക എന്നാണ് ഡോക്ടറും പറഞ്ഞത്. 5ാം മാസത്തെ സ്കാനിങ്ങിൽ ഇവൾക്ക് കുഞ്ഞിൻ്റെ റൈറ്റ് കിഡ്നി കാണുന്നില്ലായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ ആദ്യത്തെ 3ാമത്തെ മാസം വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. പക്ഷേ പിന്നീടുള്ള സ്കാനിങ്ങിലൊന്നും റൈറ്റ് കിഡ്നി ഈസ് നോട്ട് സീൻ എന്നുള്ള രീതിയിലായിരുന്നു റിപ്പോർട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ 5ാം മാസത്തെ സ്കാനിങ്ങിൽ അത് ഉറപ്പിച്ച് അവർ പറഞ്ഞു. സ്കാൻ ചെയ്ത ഡോക്ടർ പുറത്തുനിന്ന് വരുന്ന ഡോക്ടറാണ്. ആ ഡോക്ടർ പറഞ്ഞു സ്കാനിങ്ങിൽ കിഡ്നി കാണുന്നില്ല, റൈറ്റ് കിഡ്നി, അതുകൊണ്ട് കിഡ്നി ഇല്ല. അപ്പോൾ അത് അത്ര നിങ്ങൾ കാര്യമാക്കണ്ട, ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുക. IUGR എന്നൊരു കണ്ടീഷനിലേക്ക് എത്തിയിരുന്നു. അപ്പോഴേക്കും IUGR മീൻസ് ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ, അതായത് യൂട്രസിനകത്ത് തന്നെ വെച്ച് കുഞ്ഞിൻ്റെ വളർച്ച കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എത്രമാത്രം കുറയുന്നോ അത്രമാത്രം കുഞ്ഞിനും എനിക്കും വളരെയധികം അപകടം പിടിച്ച ഒരു സിറ്റുവേഷനിലേക്കായിരുന്നു അത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ 5ാം മാസത്തെ സ്കാനിങ്ങിൻ്റെ ഹോസ്പിറ്റലിൽ ചെയ്തത് കൂടാതെ ഡോക്ടർ എന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്കും കൂടി ഒന്നും കൂടി അനോമലി സ്കാൻ ചെയ്യാനായിട്ട് വിട്ടു. ഞങ്ങൾ ബ്ലിസ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ പോയി അവിടെയും അനോമലി സ്കാൻ ചെയ്തു. അവിടെ അനോമലി സ്കാൻ ചെയ്തപ്പോഴും ഇതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ടാണ് അവർ പറഞ്ഞത്. കുഞ്ഞിൻ്റെ ഫിമറൽ ലെങ്ത്തും അതുപോലെ തന്നെ അബ്ഡോമിനൽ സർക്കംഫറൻസും വളരെയധികം കുറവ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ അമ്നിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങളോട് അവർ പറഞ്ഞു. അമ്നിയോസെൻറ്റസിസ് ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ചിലപ്പോൾ അത് ബ്രേക്കായി പോകാം അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അതുപോലെ തന്നെ കുഞ്ഞിനും എനിക്കും അതും ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ടെസ്റ്റ് തന്നെയായിരുന്നു അത്. ആ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവരെന്നെ ഞങ്ങളോട് വളരെയധികം നിർബന്ധിച്ചു. കാരണം എന്തെങ്കിലും ക്രോമസോമൽ ഇഷ്യൂസ് കുഞ്ഞിന് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവർ കൂടുതലും നിർബന്ധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോകണ്ട, ക്രോമസോമൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ വളരെയധികം ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നിട്ട് തൈലം പൂശി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒന്നില്ലെങ്കിൽ മാതാവ് എനിക്ക് ഈ കുഞ്ഞിനെ തരണം, അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു കുഞ്ഞിനെ മാത്രമായിട്ടാണെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി, അല്ലെങ്കിൽ മാതാവ് ഈ കുഞ്ഞിനെ തിരിച്ചെടുത്തോന്നായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കുഞ്ഞിനെ ഞങ്ങൾ ചോദിച്ച് പിടിച്ചു വാങ്ങിയ കുഞ്ഞാണ് മാതാവിനോട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മാതാവിൻ്റെ
കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ അങ്ങനെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേന്നായിരുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പ്രാർത്ഥന കേട്ടിട്ടുകൊണ്ടാണല്ലോ മാതാവ് എനിക്ക് മാർച്ചിൽ തന്നെ എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചത്, പ്രഗ്നൻ്റ് ആയത് ഞാൻ. അപ്പോൾ പിന്നെ ഈ മുമ്പോട്ടുള്ള ഇതുപോലത്തെ സിറ്റുവേഷനിൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് വരാൻ പിന്നെ എന്തുകൊണ്ട് ആണ് ഇത്ര കാരണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മാതാവിനോട് ഞാൻ ദിവസേന പ്രാർത്ഥിക്കുക മാത്രമല്ല, ഞാൻ ചോദിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു കുഞ്ഞിനെയാണോ ഞങ്ങൾക്ക് തരുന്നത്, അത് ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അത് മാതാവിൻ്റെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ മാതാവ് ഈ കുഞ്ഞിനെ തിരിച്ചെടുത്തിട്ട് ഞങ്ങൾക്ക് മറ്റൊരു നല്ലൊരു കുഞ്ഞിനെ സാക്ഷി പറയാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് നല്ലൊരു കുഞ്ഞിനെ തരണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ രാത്രിയിലായിരുന്നു ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, പച്ചത്തിരി കത്തിച്ചുകൊണ്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എനിക്കന്നേരം സുഗന്ധാഭിഷേകം തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഞങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട, ഈ പ്രഗ്നൻസി ഇങ്ങനെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാം, അമ്നിയോസെൻറ്റസിസ് എന്നുള്ള ടെസ്റ്റ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ വിചാരിച്ചു. ഞാനൊരു ഡോക്ടറിന്, എൻ്റെ കൊളീഗായിട്ടുണ്ടായിരുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടർ ഇപ്പോൾ UK-ലാണ്. ഡോക്ടറിൻ്റെ മദറും ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. മാമിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ ഡോക്ടറും പറഞ്ഞത് 32 വീക്സ് വരെ ഈ പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അമ്നിയോസിൻറ്റസിസ് എന്നുള്ള ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഡോക്ടറും പറഞ്ഞു. പിന്നീട് ഞങ്ങൾ പ്രഗ്നൻസി മുമ്പോട്ട് തന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഈ 27th വീക്കിൽ കുഞ്ഞിനെ പുറത്തെടുക്കണമെന്നും NICUയിൽ ബാക്കിയുള്ള മന്തിൽ NICUയിൽ വെക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങളോട് സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് പറഞ്ഞു, മാം ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി ഉണ്ടല്ലോ. അപ്പം ആ മാം പറഞ്ഞു, ആ ദൈവം എന്ന് പറഞ്ഞ ശക്തിയുണ്ട്, പക്ഷേ ഈ പ്രഗ്നൻസി ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ്, അതുകൊണ്ട് മുമ്പോട്ട് എത്രമാത്രം കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു, നമുക്ക് മാക്സിമം മുമ്പോട്ട് കൊണ്ടുപോകാം, എത്രമാത്രം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള രീതിയിൽ അത്രമാത്രം മുമ്പോട്ട് കൊണ്ടുപോകാം, ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിനുശേഷം അച്ഛനെ ഇവിടെ വന്ന് ഞങ്ങൾ കണ്ടു. ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നിരുന്നു. അച്ഛനെ കണ്ടപ്പം അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ സൈത്ത് തന്നു, വയറ്റിൽ വരച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അച്ഛൻ കാശുരൂപം തന്നിട്ട് തലയണയിൽ വെച്ചിട്ട് തലയണയ്ക്കകത്തിട്ട് ആ തലയണ കിടക്കാൻ പറഞ്ഞു എല്ലാ ദിവസവും. ഞാൻ അതിനനുസരിച്ച് കാശുരൂപം തലയണയ്ക്കകത്ത് തന്നെയായിരുന്നു ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അച്ഛനോട് റൈറ്റ് കിഡ്നി കുഞ്ഞിന് ഇല്ല എന്നുള്ള രീതിയിൽ അതും പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ ബോഡിയിൽ എൻ്റെ റൈറ്റ് കിഡ്നിയുടെ സ്ഥലത്ത് സൈത്ത് വരച്ച് പ്രാർത്ഥിക്കുകയും ഒരു കുഴപ്പമില്ല, പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് പറയൂ. അതിനുശേഷം നെക്സ്റ്റ് ടൈം സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു, ചെറിയ രീതിയിൽ കിഡ്നിയുടെ ഒരു ഇത് കാണുന്നുണ്ട്, പക്ഷേ അത് കിഡ്നി ആണോ എന്നുള്ളത് സംശയമാണ്, അതുകൊണ്ട് ഞാൻ റൈറ്റ് കിഡ്നി സീൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം, റിപ്പോർട്ട് വിടാം, പക്ഷേ അത് ചിലപ്പോൾ കിഡ്നി ആകാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് ഇൻഫോം കിട്ടിയത്. പക്ഷേ എനിക്കത് ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലുള്ളവർക്കും ഉറപ്പുണ്ടായിരുന്നു. അച്ഛൻ സൈത്ത് വരച്ച് പ്രാർത്ഥിച്ചതാണ്, ഇവിടുത്തെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്താണെങ്കിലും കിഡ്നി ഉണ്ടാകും എന്നുള്ളത്. പക്ഷെ കിഡ്നിയുടെ കഴിഞ്ഞും കൂടുതലായിട്ട് ഡോക്ടേഴ്സിനെ ടെൻഷൻ അടുപ്പിച്ചത് ഫിമറൽ ലെങ്ത് ഇവളുടെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. 5-ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞു, 6-ാം മാസമായി. 6-ാം മാസം ഇവളെ സിസേറിയൻ ചെയ്ത് പുറത്തെടുത്ത് NICUയിലേക്ക് മാറ്റുമെന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ 6-ാം മാസവും ഒരു കുഴപ്പമില്ലാതെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോയി. പക്ഷേ മുമ്പോട്ട് പോകും തോറും ഇവളുടെ ഫെമറൽ ലെങ്ത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഫെമറൽ ലെങ്ത്ത് കുറയുന്നതനുസരിച്ച് ഡോക്ടേഴ്സിന് ഡൗൺ സിൻഡ്രോം കുഞ്ഞിന് വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതുപോലെ അബ്ഡോമിനൽ സർക്കംഫറൻസും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിൽ നല്ലതുപോലെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഓഗസ്റ്റ് മന്തായിരുന്നു 6-ാം മാസം. ഓഗസ്റ്റ് മാസം 1-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹസ്ബൻഡ് ഒന്നില്ലെങ്കിൽ നോമ്പെടുക്കണം, അതല്ലെങ്കിൽ ഞാൻ നോമ്പെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ നോമ്പെടുത്തോളാം എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് 1 തൊട്ട് 15 വരെ നോമ്പെടുക്കാൻ തുടങ്ങി. പക്ഷെ 1 തൊട്ട് 15 വരെ നോമ്പെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് അത് നീട്ടിക്കൊണ്ട് പോയി. എൻ്റെ സിസേറിയൻ കഴിഞ്ഞ് കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഞങ്ങൾ വീട്ടിൽ വരുന്ന സമയം വരെ, അതായത് നവംബർ 14 വരെ എൻ്റെ ഹസ്ബൻഡ് മുട്ട സഹിതം എല്ലാ നോൺ വെജും ഉപേക്ഷിച്ച് ഫുൾ വെജിറ്റേറിയൻ ആയിട്ട് തന്നെയായിരുന്നു നോമ്പെടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ ഓഗസ്റ്റ് മാസം എനിക്ക് ചെറിയ ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സെർവിക്സ് ചിലപ്പോൾ ഓപ്പൺ ആയതായിരിക്കാം, ചിലപ്പോൾ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് എടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു, അഡ്മിറ്റ് ആകണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആ സമയത്തൊക്കെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന
ചൊല്ലിക്കൊണ്ടേയിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാനിവിടെ അച്ഛൻ്റെ ധ്യാനത്തിനിടയ്ക്ക് അതുപോലെ സാക്ഷ്യങ്ങളുടെ ഇടയ്ക്കും ഒക്കെ കേൾക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെ ചൊല്ലാൻ പറ്റുന്നത് ഭയങ്കര ഒരു അഭിഷേകം കിട്ടുന്ന ഒരു അവസ്ഥയാണെന്ന്. അപ്പം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എനിക്കും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതുപോലെ തന്നെ കാണാതെ ചൊല്ലണം. കാരണം സ്കാനിങ് ടൈം റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കിടക്കണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെ ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഡോക്ടർ ഇത് എൻ്റെ ടെസ്റ്റ് ചെയ്തപ്പം സെർവിക്സ് ഓപ്പൺ ആയിട്ടില്ല. അതുപോലെ ഈ ബ്ലീഡിങ് എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും അവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ 5th മന്തിലെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എക്കോസ്പിരിൻ എന്നുള്ളൊരു മെഡിസിൻ 75 mg ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. അത് 150 mg ആക്കി. അതുപോലെ എനിക്ക് ഹൈപ്പോതൈറോയിഡിസം പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും മെഡിസിൻ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ 3 പ്രാവശ്യം കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി ആസ്മാറ്റിക് ആയായിരുന്നു. അപ്പോൾ ഈ ആസ്മ ഉള്ളത് കൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ വളരെയധികം കോംപ്ലിക്കേഷൻസ് ഡോക്ടേഴ്സ് പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ സിസേറിയൻ ആണ് സംഭവിക്കാൻ പോകുന്നത്, നോർമൽ ഡെലിവറി നടക്കില്ല എന്നും അവർ പറഞ്ഞു. ഓഗസ്റ്റോട് കൂടിയിട്ട് ഞങ്ങൾ ബേബി ഗേൾ ആണെങ്കിൽ ജോവിറ്റ മരിയ ഡോൺ എന്ന് പേരിടാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മാതാവിൻ്റെയും കൂടി പേര് ഉൾപ്പെടുന്ന രീതിയിൽ. അപ്പോൾ ആ രീതിയിൽ തന്നെ ഞങ്ങൾ പേരൊക്കെ കണ്ടുപിടിച്ചു. അതിനുശേഷം ഓഗസ്റ്റ് ടൈമിലൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ അതിനു മുമ്പ് തന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളായിരുന്നു. എനിക്ക് ശരിക്കും സ്റ്റെപ്പ് കയറാനോ അല്ലെങ്കിൽ കുന്ന് കയറിയിട്ടൊക്കെ ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ എനിക്കതിന് പറ്റില്ലായിരുന്നു. എങ്കിലും ഞാൻ എനിക്ക് ത്യാഗം സഹിച്ചാണെങ്കിലും ഞാൻ ഇത്തിരി ത്യാഗം സഹിക്കാമെങ്കിലും എനിക്കൊരു നല്ല കുഞ്ഞിനെ തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ചിലപ്പോൾ 3 മണിക്കൊക്കെ ആയിരിക്കും ഞാൻ കിടക്കുക. കാരണം ഉറക്കം വരില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിഷമിച്ചൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ ഈ ഉറങ്ങാതെയൊക്കെ കിടന്ന് വെളുപ്പിന് 3 മണിക്ക് ഞാൻ കിടന്നിട്ടുണ്ടെങ്കിലും 5:30 ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് 5:45 6 മണിയാകുമ്പോഴത്തേക്കും പള്ളിയിൽ പോയിരുന്നു. 6:15 ഞങ്ങളുടെ പള്ളിയിൽ കുർബാന. അപ്പോൾ 6 മണി ആകുന്നതിന് മുന്നേ ഞാൻ നടന്നു പോകും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ കുർബാനയുടെ സമയത്ത് എൻ്റെ ഈ കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അനങ്ങുന്നത് എനിക്ക് ഫീൽ ചെയ്യില്ലായിരുന്നു അധികം. പക്ഷേ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് കുർബാനയുടെ സമയത്ത് ഓസ്തി തരുന്ന ആ സമയമാകുമ്പോൾ ഞാൻ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കും, എൻ്റെ ഈശോയുടെ തിരുരക്തത്താലും തിരുശരീരത്താലും എന്നെയും എൻ്റെ കുഞ്ഞിൻ്റെയും ശരീരത്തിലെ ഓരോ കോശങ്ങളെയും ഓരോ രക്തത്തുള്ളികളെയും അങ്ങ് വിശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിന് ശേഷം കുഞ്ഞ് ചെറുതായിട്ട് അനങ്ങും. ആ ഒരു ഞാൻ ഓസ്തി സ്വീകരിക്കാൻ പോകുന്ന സമയം തൊട്ട് ഓസ്തി സ്വീകരിച്ച് തിരിച്ച് വരുന്ന സമയം വരെ മാത്രം കുഞ്ഞ് അനങ്ങും. അതെനിക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം പിന്നെ കുഞ്ഞ് അനങ്ങുമില്ല. അങ്ങനെ പ്രഗ്നൻസി മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. 32 വീക്സിൽ പിന്നീട് കുഞ്ഞിനെ പുറത്തെടുക്കാം എന്നുള്ള രീതി വന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അഡ്മിറ്റായിട്ട് ബെഡ്നസോൾ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ വെക്കണം, കുഞ്ഞിൻ്റെ ലങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അഡ്മിറ്റായിട്ട് ഒക്ടോബർ 1 തൊട്ട് ഒക്ടോബർ 4 വരെ എന്നെ അവിടെ ലേബർ റൂമിൽ അഡ്മിറ്റാക്കി. ഇഞ്ചക്ഷൻ തന്നതിന് ശേഷം എനിക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഇൻസുലിനൊക്കെ എടുക്കേണ്ട വന്നു. അത് ആ ഇഞ്ചക്ഷൻ്റെ സൈഡ് എഫക്റ്റ് ആയിരുന്നു. അതിനുശേഷം എനിക്ക് അത്രയും നാൾ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ആ സമയങ്ങളിൽ കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല, ഒരു ഫോൺ പോലും യൂസ് ചെയ്ത് കുർബാന കാണാൻ പറ്റില്ല, അവിടെ ഫോൺ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഹസ്ബൻഡ് വരുമ്പോൾ പറയുമായിരുന്നു എനിക്ക് ഭയങ്കര വിഷമാകുക, കുർബാന സ്വീകരിക്കാഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാകുകയെന്ന്. അതുപോലെ ഞാൻ എൻ്റെ ഡോക്ടറിനോട് പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നിച്ച് അവിടെ പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം തന്നെ എന്നുള്ളത്. രാവിലെ 5:30 അതുപോലെ രാത്രിയിൽ കൊന്ത ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ അതുകൊണ്ട് അവർ ഡോക്ടർ തന്നെ നഴ്സുമാരോട് പറഞ്ഞ് നഴ്സുമാരും ഡോക്ടറും കൂടി ഒരു റൂം ഞങ്ങൾക്ക് ചെറിയൊരു റൂം അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരു 5:30 ആകുമ്പോൾ ഹസ്ബൻഡ് വരും. അതുപോലെ തന്നെ രാത്രിയിലും ഹസ്ബൻഡ് വന്ന് ഞങ്ങൾ ഒന്നിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് രാത്രിയിലത്തെ ഉടമ്പടിയുടെ പ്രാർത്ഥനയും കൂടി ചൊല്ലിയിട്ടാണ് ഹസ്ബൻഡ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഒരുപാട് നല്ല നന്ദിയുണ്ട് ആ സിസ്റ്റേഴ്സിനോട്, മാർസിലീവയിൽ. അത്രയും നല്ല സപ്പോർട്ടീവായിട്ടായിരുന്നു അവർ പെരുമാറിക്കൊണ്ടിരുന്നത്. അതുപോലെ അവിടെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്ന ലേബർ റൂമിൽ ഫുൾ ടൈം ഞാൻ പ്രാർത്ഥന തന്നെയായിരുന്നു. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്ന എല്ലാവരുടെയും അടുത്ത് കൊണ്ടുപോയി ഞാൻ തൈലമൊക്കെ പരട്ടുകയും അവരോട് പ്രാർത്ഥിക്കാൻ പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കൃപാസനം മാതാവിനെക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുശേഷം
പ്രഗ്നൻസി മുമ്പോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് 4-ാം തീയതി ഒക്ടോബർ 4-ന് എന്നോട് ഡോക്ടർ പറഞ്ഞു, ഇനി അഡ്മിറ്റ് ആയിക്കോ, ഇനി അഡ്മിറ്റ് ആകുന്നത് നല്ലത്, ഇനി സിസേറിയൻ കഴിയുന്നത് വരെ ഇവിടെ തന്നെ അഡ്മിറ്റ് ആകുക, എന്നിട്ട് നമുക്ക് 7th-നോ 9th-നോ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കാം. അപ്പോൾ 32 വീക്സ് കഴിയുന്ന കംപ്ലീറ്റ് ആകുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ നേരത്തെയും ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മാതാവ് ഒരു ഡേറ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ട് November 7th to November 21 എന്നുള്ളൊരു ഡേറ്റ് എനിക്ക് കാണിച്ചു തന്നു. എൻ്റെ മനസ്സിലേക്ക് ശക്തമായിട്ട് ആ ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡിനോട് ഉൾപ്പെടെ എല്ലാവരോടും പറഞ്ഞു, November 7th to November 21 ഈ ഡേറ്റിനുള്ളിലായിരിക്കും നമ്മുടെ കുഞ്ഞുണ്ടാവുക, എനിക്കെന്തോ കാണിച്ചു തരുന്നുണ്ട്, അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ പിന്നീട് മാതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി, മാതാവേ എനിക്ക് കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അത് ചൊവ്വാഴ്ച തന്നെ കുഞ്ഞിനെ കിട്ടണം, ചൊവ്വാഴ്ച ഇവിടെ ധ്യാനം നടക്കുന്ന സമയത്തായിരിക്കണം ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകുന്നത്. ഞാൻ എപ്പോഴും മാതാവിനോട് പറയുമായിരുന്നു. പിന്നീട് എനിക്ക് November 7 എന്ന് പറഞ്ഞ ഡേറ്റ് എൻ്റെ മനസ്സിലേക്ക് ശക്തമായിട്ട് തോന്നിക്കൊണ്ടിരുന്നു. അപ്പോൾ കുഞ്ഞിന് 2 കിലോ ആയിട്ട് എടുക്കാം എന്നുള്ള രീതിയായിരുന്നു. പക്ഷേ കുഞ്ഞിന് ആ ടൈം വരെയും 2 കിലോ ആയിട്ടില്ലായിരുന്നു. അപ്പം ഞാനിത് ഡോക്ടറോടും അന്ന് നേരത്തെ പറഞ്ഞിരുന്നു, എനിക്കിങ്ങനെ മാതാവ് കാണിച്ചു തന്നിട്ടുണ്ട് ഡേറ്റ് November 7. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും അത് സാധ്യമല്ല, കാരണം ഈ പ്രഗ്നൻസി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെ അറിയത്തില്ല, 32 വീക്സ് ഒന്നും വരെ പോകില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒക്ടോബർ വരെ എത്തിയപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകണ്ട, 32 വീക്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാതെ സിസേറിയൻ ചെയ്തിട്ട് കുഞ്ഞിനെ എടുക്കാം, അതായിരിക്കും നല്ലത്, കാരണം ദൈവം ഇത്രത്തോളം എത്തിച്ചു, അപ്പോൾ ഇനിയും പരീക്ഷിക്കണോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ November 7 അങ്ങനെ ഒരു ഡേറ്റ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, ഞാൻ ഡോക്ടറോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഇല്ല മോളെ, ഒരിക്കലും ആ ഡേറ്റിൽ വരെ പോകില്ല ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ വിശ്വസിച്ചു, മാതാവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് November 7, ആ November 7 തന്നെ ഈ കുഞ്ഞുണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ചേച്ചിമാരുടെ ഹസ്ബൻഡും ഒക്കെ എനിക്ക് വളരെയധികം സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ. അവരും പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇത് മാതാവിൻ്റെ കുഞ്ഞാണ്, അതുകൊണ്ട് നിനക്ക് കാണിച്ചു തന്ന ഡേറ്റിൽ മാത്രമേ ഈ കുഞ്ഞുണ്ടാവുകയുള്ളൂ എന്ന്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. എൻ്റെ ചേച്ചിമാർ പറഞ്ഞിട്ട് അവരുടെ അടുത്തുള്ള ആൻറ്റിമാരും ഒക്കെ ഒരുപാട് പേര് എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥന കൂട്ടായ്മയിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പം അവരും പറഞ്ഞു, അവർ ഈ കൃപാസനത്തിലൊക്കെ വരുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഈ കുഞ്ഞിനെ എന്താണെങ്കിലും നവംബറിൽ മാത്രമേ കിട്ടുള്ളൂ, അതിന് മുമ്പായിട്ട് കിട്ടില്ല, അതുപോലെ നല്ലൊരു കുഞ്ഞിനെ തന്നെ തരികയുള്ളൂ എന്ന്. അപ്പം ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒക്ടോബറിൽ ഞങ്ങളോട് പറഞ്ഞു, ഇനി കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആകാനായിരുന്നു പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഒരു ദിവസത്തേക്ക് ഡിസ്ചാർജ് വാങ്ങിയിട്ട് എനിക്ക് പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, അതിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തേക്ക് ഡിസ്ചാർജ് തരാൻ പറഞ്ഞ് പ്രത്യേക പെർമിഷൻ എടുത്ത് ഡിസ്ചാർജ് വാങ്ങിപ്പോയിട്ട് 6-ാം തീയതി പിന്നെയും തിരിച്ച് അഡ്മിഷൻ ആകണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ 6-ാം തീയതി അഡ്മിഷൻ ആകുന്നതിന് മുമ്പ് 5-ാം തീയതി തൊട്ടേ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഇങ്ങനെ മാതാവ് എനിക്ക് കാണിച്ചു തന്നു, പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണ്ടെന്നാണല്ലോ പറയുന്നത്. കുഞ്ഞിനാണെങ്കിൽ 2 കിലോ പോലും എത്തിയിട്ടില്ല, കുഞ്ഞിൻ്റെ റൈറ്റ് കിഡ്നി കാണുന്നില്ല, അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ്. ഈ പ്രഗ്നൻസി സിസേറിയൻ്റെ ടൈമിൽ തന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നൊരു രീതിയും വന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി ആസ്മയുണ്ട്, അതിൻ്റെ പേരിൽ കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, പിന്നെ BP വേണമെങ്കിൽ ഷൂട്ടപ്പ് ചെയ്യാം. ഇപ്പോൾ ഡോക്ടേഴ്സിനും വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കൂടെ ഞാനും ഹസ്ബൻഡും തമ്മിൽ ചെറിയൊരു മാനസികമായിട്ടുള്ള ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിരുന്ന സമയമായിരുന്നു അത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോടും എൻ്റെ അമ്മയോടും ഒക്കെ പറഞ്ഞു, ഇനി ഞാൻ തിരിച്ച് വരില്ല, ഞാൻ ഇനി വരികയാണെങ്കിൽ തിരിച്ച് ആംബുലൻസിലായിരിക്കും വരാൻ സാധ്യത, അങ്ങനെ ആയിരിക്കും മിക്കവാറും വരിക, ഞാനിനി ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല, 2 പേരിൽ ആരെ വേണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ വേണമെന്നേ നിങ്ങൾ പറയാവുള്ളൂ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവരെന്നെ കുറേ വഴക്ക് പറഞ്ഞു, പക്ഷേ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം 5-ാം തീയതി തൊട്ട് ഞാനിങ്ങനെ പറയുവാണ്. 5-ാം തീയതി രാത്രിയിലത്തെ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങൾ ടേബിളിൽ മാതാവിൻ്റെ ലാമിനേറ്റ് ചെയ്തൊരു പടവും അതുപോലെ തന്നെ മാതാവിൻ്റെ പുസ്തകവും തിരിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുവരെ ഉറുമ്പിനെ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങൾ 5-ാം തീയതി രാത്രി തൊട്ട് ഉറുമ്പ്, അതും ചുമന്ന കടിക്കുന്ന ഉറുമ്പ് അവിടെ മൊത്തം ആ ടേബിളിലൊക്കെ ഉണ്ട്. പക്ഷെ തൈലത്തിലൊന്നും വന്നിട്ടില്ല, വീണിട്ടില്ല, മാതാവിൻ്റെ പിക്ചറിലൊന്നും കയറിയിട്ടില്ല. പക്ഷേ എനിക്കത് മനസ്സിലായില്ല. ഞാനോർത്തു സാധാ ഉറുമ്പ് എവിടെന്നെങ്കിലും വന്നതായിരിക്കും, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. പിന്നീട് വീണ്ടും ഞാൻ ഇതേ രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്.
എന്നെ തിരിച്ച് കിട്ടുമെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക്, കൊച്ചിനെ മാത്രമായിരിക്കും കിട്ടുള്ളൂ, ഞാൻ പോകും, എനിക്ക് ഉറപ്പാണ്, ഞാൻ തീരുമാനിച്ചു, എനിക്ക് ഉറപ്പാണെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ വിചാരിച്ചില്ല എൻ്റെ കൂടെ അമ്മ മാതാവ് ഉണ്ടെന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ പിറ്റേന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചെല്ലിയപ്പോഴും ഇതുപോലെ തന്നെ ഉറുമ്പിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വൈകുന്നേരമായിരുന്നു ഡോക്ടറിൻ്റെ അവിടെ അഡ്മിറ്റ് ആകാനായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ടത്. അപ്പോൾ ഞങ്ങളെല്ലാം പായ്ക്ക് ചെയ്തു. പായ്ക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒന്നും കൂടി ചെല്ലിയിട്ട് തിരി കത്തിച്ച് ചെല്ലി, അതുപോലെ തന്നെ ചെവിയിൽ രണ്ടിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടേ ചെല്ലുള്ളൂ. കാരണം നല്ല വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലാണ് ചെവിയിൽ, അതെൻ്റെ സിസ്റ്റർ പറഞ്ഞു തന്നതായിരുന്നു. അതിനുശേഷം അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകുത്തിയ സമയത്തൊക്കെ ഈ പുസ്തകത്തിൽ മൊത്തം, അതുപോലെ തന്നെ മാതാവിൻ്റെ ഈ രൂപത്തിൽ മൊത്തം, അതുപോലെ തൈലത്തിനകത്ത് വരെ ഈ ഉറുമ്പ്, എത്രമാത്രം ഉറുമ്പുണ്ടെന്ന് എണ്ണാൻ പറ്റില്ലാത്ത രീതിയിൽ അത്രമാത്രം ഉറുമ്പായിരുന്നു. ഹസ്ബൻഡും എൻ്റെ അമ്മയൊക്കെ കണ്ടു. ഞങ്ങൾക്ക് തന്നെ വളരെ ഷോക്കായിപ്പോയി. ഞങ്ങളതിനെ ഒരുപാട് കളയാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പിന്നീട് എൻ്റെ ബാഗിലേക്കെല്ലാം പാക്ക് ചെയ്ത മാതാവിൻ്റെ ഈ രൂപവും തൈലവും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചു. ബാഗിനകത്തുനിന്ന് പോലും ഉറുമ്പ് ഇറങ്ങി വരുന്ന അവസ്ഥ, അത് നല്ല കടിക്കുന്ന ഉറുമ്പ് തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേർപ്പുങ്കൽ പള്ളിയിൽ, അന്ന് ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു, അപ്പോൾ ചേർപ്പുങ്കൽ പള്ളിയിൽ പോയി കുമ്പസാരിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേർപ്പുങ്കൽ പള്ളിയിൽ പോയി കുമ്പസാരിച്ചപ്പോൾ ഞാനിതെല്ലാം ഏറ്റു പറഞ്ഞു കുമ്പസാരിച്ച് തിരിച്ച് വന്നതിന് ശേഷം ബാഗിൽ നോക്കിയപ്പോൾ ഒരു ഉറുമ്പ് പോലും ഇല്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇത് മാതാവ് കൂടെ ഉണ്ടായിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ തെറ്റായിട്ടുള്ള രീതിയിൽ പറഞ്ഞു. അതങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ മാതാവായിട്ട് കാണിച്ചു തന്ന ഒരു അത്ഭുതമാണ്, ഒരു അടയാളമായിരിക്കാം ഇത്രയോ ഉറുമ്പ്. അല്ലെങ്കിൽ അതിന് ശേഷം ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ആ ഉറുമ്പിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആ ടേബിളിൽ എവിടെയും ആ ഉറുമ്പിനെ കണ്ടിട്ടില്ല. ഇതുവരെ ആ ഉറുമ്പ് പിന്നെ വന്നിട്ടുമില്ല. അപ്പം അങ്ങനെ ഒരു അത്ഭുതം, വളരെയധികം വലിയൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോയോ ഫോട്ടോസോ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് അന്നേരം സാധിച്ചില്ല. പിന്നീട് എന്നെ അവിടെ അഡ്മിറ്റാക്കി. 6-ാം തീയതി തൊട്ട് 9-ാം തീയതി വരെ എന്നെ അവിടെ അഡ്മിറ്റാക്കിയപ്പം ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകാം. പക്ഷേ NSG എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സും കുഞ്ഞിൻ്റെ അനക്കങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഡെയിലി എല്ലാ ദിവസവും ചെയ്തിട്ട് ഡോക്ടറിൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും ഹോസ്പിറ്റലിലേക്ക്, അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ പോയി ഓരോ ദിവസവും ടെസ്റ്റ് ചെയ്യുമ്പം ചിലപ്പോൾ ആ NSGയിലെ ആ ഗ്രാഫ് അത്ര നല്ലതായിരിക്കില്ല, അതായത് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ ഡോക്ടർ പറയും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലെ മെഷീൻ്റെ എന്തോ കംപ്ലയിൻറ്റ് കൊണ്ട് പല പ്രശ്നങ്ങളായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ച സമയമായിരുന്നു അതൊക്കെ. അപ്പോഴൊക്കെ അമ്മ മാതാവായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എനിക്ക് നവംബർ 7 എന്നുള്ള ദിവസം, അതും ചൊവ്വാഴ്ചയാണ്, അന്ന് മാതാവിൻ്റെ ദിവസമാണ്. അപ്പം അന്ന് തന്നെ എന്താണെങ്കിലും ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ NSG വേറൊരു ഹോസ്പിറ്റലിലേക്ക്, പിറവത്ത്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ പിറവത്ത് JMB എന്നുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി NSG ചെയ്യാൻ തീരുമാനിച്ചു. ആ ഹോസ്പിറ്റലിലെ നേഴ്സുമാരും എനിക്ക് വളരെയധികം സപ്പോർട്ട് തന്ന് നോക്കുന്ന സിസ്റ്റേഴ്സായിരുന്നു. അവർ NSG എടുത്തു തരും. NSG അരമണിക്കൂറൊക്കെ അവിടെ കിടക്കണം. ഈ അരമണിക്കൂറും ഞാൻ ഒന്നില്ലെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും, അല്ലെങ്കിൽ വിശ്വാസപ്രമാണം ചൊല്ലിയായിരിക്കും കിടക്കുക. അതുപോലെ തന്നെ അവിടെയുള്ള സിസ്റ്റേഴ്സിനോടും ഞാനിങ്ങനെ കൃപാസനം മാതാവിനെ പറ്റിയും മാതാവിൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റിയും എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർക്കും അങ്ങനെ കൂടുതൽ വിശ്വാസമായി. കാരണം 27 ആഴ്ചയിൽ ഈ കുഞ്ഞിനെ എടുക്കുമെന്ന് പറഞ്ഞിട്ടും ഇത്രയും ഈ പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോയല്ലോ എന്നുള്ള രീതിയിലായിരുന്നു അവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ ഈ കുഞ്ഞിന് IUGR ഗ്രോത്ത് -2% ആയിരുന്നു. -2% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിവിയർ സിറ്റുവേഷനാണ്. നമുക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് അത്രയും സിവിയർ ആയിരുന്നു കണ്ടീഷൻ. എപ്പോൾ വേണമെങ്കിലും കുഞ്ഞ് യൂട്രസിനകത്ത് വെച്ച് തന്നെ ഒന്നില്ലെങ്കിൽ മരണപ്പെടാം, അതല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് കുഞ്ഞിനെ കിട്ടാതിരിക്കാം. അതുപോലെ തന്നെ ഞാനും ചിലപ്പോൾ മരണപ്പെടാം. പല കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രോമസോമൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ആ സിസ്റ്റേഴ്സിനും എൻ്റെ റിപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ വളരെയധികം അത്ഭുതമായി തോന്നി. ആ സിസ്റ്റേഴ്സും മാതാവിൽ വിശ്വസിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് ഈ റിപ്പോർട്ട്സ് എല്ലാം അഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ പറയും ഒന്നും കൂടി രാത്രിയിൽ റിപ്പോർട്ട് ഒന്നും കൂടി സെൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഞങ്ങൾ രാവിലെയും രാത്രിയിലും ഒക്കെ ഈ പിറവം വരെ അരമണിക്കൂറോളം ഏകദേശം കാറിൽ പോകാനുണ്ട്. അപ്പോൾ ഈ അരമണിക്കൂറും ഞങ്ങൾ പോകുമ്പോഴൊക്കെ സാക്ഷ്യം കേട്ടുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ സാക്ഷ്യങ്ങൾ ഓരോന്നും കേൾക്കുമ്പോഴും
വളരെയധികം സങ്കടപ്പെടുത്തുന്ന കുറച്ച് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് പിന്നീട് മുമ്പോട്ട് കേൾക്കാനായിട്ട് സാധിക്കില്ല. ഞങ്ങൾ നല്ലതുപോലെ കരയുമായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ. അപ്പോൾ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ വേറെ ചെറിയ ചെറിയ സാക്ഷ്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് മുമ്പോട്ട് പോകും. അപ്പോൾ എപ്പോഴും ഈ ഒരു മാസത്തോളം ഞങ്ങൾക്ക് ഇങ്ങനെ നവംബർ 7 കുഞ്ഞുണ്ടാകുന്നത് വരെ ഞങ്ങൾക്ക് NST എടുക്കണമായിരുന്നു. ഈ NST എടുക്കാൻ പോകുമ്പോഴൊക്കെ സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ്റെ ധ്യാനം ഇതൊക്കെ വെച്ചുകൊണ്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതിൻ്റെയൊക്കെ അനുഗ്രഹം ഒരുപാട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട്. അതുപോലെ പിന്നീട് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു പിന്നെയും 2 ആഴ്ച കൂടുമ്പോൾ ചെക്കപ്പിന് വരണം, പിന്നീട് അത് ഒരാഴ്ച കൂടുമ്പോൾ ചെക്കപ്പിന് വരണം എന്നുള്ള രീതിയിലാക്കി. അപ്പോഴേക്കും കുഞ്ഞിൻ്റെ ഫിമറൽ ലെങ്ത് 1 മന്തോളം കുറവായിരുന്നു. ഈ 1 മന്ത് കുറവായപ്പോൾ തന്നെ ഡോക്ടേഴ്സിന് വളരെയധികം ടെൻഷനായിരുന്നു. അതിനുശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്ക് നോക്കാം മോളെ, എത്രമാത്രം മുമ്പോട്ട് പോകുന്നു അത്രമാത്രം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കാം. പ്രഗ്നൻസി ഇത്രയും എത്തിയില്ലേ, അപ്പോൾ ഇനി 34 വീക്സിൽ നമുക്ക് എടുക്കാൻ നോക്കാമെന്ന് പറഞ്ഞു. 34 വീക്സ് കഴിഞ്ഞു, 36 വീക്സായി. 36 വീക്സും കഴിഞ്ഞ് 38 വീക്സിൽ കറക്റ്റ് നവംബർ 7 ഞങ്ങളുടെ ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് മാതാവ് തന്നത്. അപ്പം ഡോക്ടർ നവംബർ 5 ഡേറ്റ് പറഞ്ഞത്. നവംബർ 4, 5 ആ സമയത്തായിരുന്നു ഡേറ്റ് പറഞ്ഞത്. നവംബർ 7 നമുക്ക് സിസേറിയൻ ചെയ്യാം, അപ്പം നവംബർ 6 അഡ്മിറ്റ് ആയാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഈ ഡേറ്റ് ഓർമ്മയുണ്ടോ, നവംബർ 7 ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മാതാവ് ഇത്രമാത്രം അനുഗ്രഹമാണ് നിങ്ങൾക്ക് ദൈവം തന്നത്, അതേ ഡേറ്റ് തന്നെയാണല്ലോ ദൈവം കാണിച്ചു തന്ന അതേ ഡേറ്റ് തന്നെയാണല്ലോ കുഞ്ഞുണ്ടാകുന്നതെന്ന് പറഞ്ഞ് ഡോക്ടർ വരെ വളരെയധികം വണ്ടറടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അത്രമാത്രം അനുഗ്രഹത്തോടെയാണ് ഈ കുഞ്ഞിനെ കിട്ടിയത്. അതുപോലെ തന്നെ ധ്യാനത്തിൻ്റെ സമയത്ത് ഇവിടെ ധ്യാനത്തിൻ്റെ ആ 11:30 കഴിഞ്ഞ് 11:51 ഇവളുണ്ടായത്. ധ്യാനത്തിൻ്റെ സമയത്ത് തന്നെ കുഞ്ഞിനെ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ധ്യാനത്തിൻ്റെ സമയത്ത് തന്നെ കുഞ്ഞിനെ ലഭിച്ചു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പത്രം എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. എനിക്ക് പ്രഗ്നൻസി ടൈമിൽ തന്നെ ഞാൻ സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണെങ്കിലും കുറവലിങ്ങാട്ട് പള്ളിയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പള്ളികളിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ ആയിട്ട് പത്രം വിതരണം ചെയ്യുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം തരരുത്, ഞാൻ സാക്ഷ്യം പറയില്ല. എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സാക്ഷ്യം പറയാനൊക്കെ വളരെ ചമ്മലുള്ള ആളാണ് ഞാൻ. നന്നായിട്ടൊക്കെ സംസാരിക്കുന്ന ആളാണ്, പക്ഷേ എനിക്ക് സാക്ഷിയൊക്കെ ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ചിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ മാതാവിനോട് പറഞ്ഞു. പക്ഷേ ഒരു 5th മന്തോട് കൂടിയിട്ട് പ്രഗ്നൻസിയിൽ ഇത്രയും കോംപ്ലിക്കേഷനൊക്കെ വന്ന് 5th മന്തോട് കൂടിയിട്ട് ഞാൻ മാതാവിനോട് പ്രത്യേകം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, മാതാവെ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്നായിരുന്നു. കാരണം അത്രമാത്രം ഞാൻ മാതാവിലേക്ക് വിശ്വസിച്ചു. അതുപോലെ സാക്ഷ്യം പറയണം എന്നുള്ള അതിയുറച്ച വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും മാതാവിനോട് പറയുമായിരുന്നു, മാതാവെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ നിലനിർത്തണം. അപ്പോൾ ഒക്ടോബറിൽ ഇങ്ങനെ കോംപ്ലിക്കേഷനൊക്കെ വന്ന ശേഷം എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും സാധിക്കാതെ വന്നപ്പോൾ പെട്ടെന്നൊരു ദിവസം ഹസ്ബൻഡിന് തോന്നി ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്തേ പറ്റൂ എന്നുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് ഒക്ടോബർ 14 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഹസ്ബൻഡിലും വിശ്വാസം വർദ്ധിക്കുകയാണ് ഉണ്ടായത് ആ സമയത്ത്. അതുപോലെ തന്നെ ഈ കുഞ്ഞിലൂടെ ഒരുപാട് പേരിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് വിശ്വാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ തന്നെ എൻ്റെ ചേച്ചിമാരും അവരുടെ ഹസ്ബൻഡുമാരൊക്കെ പറയുന്നത് ഇവൾ മാതാവിൻ്റെ കുഞ്ഞല്ലേ, അപ്പോൾ പിന്നെ ഇവളെ പേടിക്കണ്ട, ഒരു കാര്യവും നോക്കണ്ട എന്നുള്ളതാണ്. അപ്പം ഞങ്ങളും പറയും ഇവൾ മാതാവിൻ്റെ കുഞ്ഞാണ്, ഞങ്ങൾക്ക് വളർത്താൻ തന്നതാണ്, ഇവളുടെ അമ്മ ശരിക്കും മാതാവാണ്, അമ്മ മാതാവാണെന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. വാക്സിൻ എടുത്ത സമയത്ത് കുഞ്ഞിന് ചുമയുണ്ടായിരുന്നു. അപ്പോൾ ആ ചുമയുള്ള സമയത്ത് തന്നെയായിരുന്നു വാക്സിൻ എടുത്തത്. പക്ഷേ അത് വളരെയധികം ഇൻഫെക്ഷൻ ഉണ്ടായി. ഇൻഫെക്ഷൻ വളരെ കൂടി. കുഞ്ഞിന് ടെമ്പറേച്ചർ 103.3 ഒക്കെ വന്നു. അപ്പോൾ നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് ഒരു 100 ഡിഗ്രി എബോവ് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫിക്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവക്ക് 103 വന്നപ്പോൾ ഞാൻ ഓർത്തു ഫിക്സ് വരുന്ന ഒരു കണ്ടീഷനിലേക്ക് പോയി. പക്ഷേ തൈലം തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്കത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് വളരെയധികം ടെൻഷൻ അടിച്ചു, എൻ്റെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച സമയമായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു മാതാവിൻ്റെ കൊച്ചാ, മാതാവ് കാത്തോളും, പേടിക്കണ്ട എന്ന് പറഞ്ഞ് രാത്രി വൈകുവോളം ഞങ്ങൾ അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിലേക്ക് പോണ വഴിക്കൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആകേണ്ട വന്നു. അഡ്മിറ്റ് ആക്കിയപ്പോൾ അവരെന്നോട് പറഞ്ഞു ഫിക്സ് വരാത്തത് വളരെയധികം ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഫിക്സ് വരാഞ്ഞത്.
അതുപോലെ കുഞ്ഞിന് ഈ ഫീവർ കൂടിയിട്ട് മറ്റ് പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ദൈവാനുഗ്രഹത്തിൻ്റെ പേരിലാണ് മാറി കിട്ടിയതെന്നുള്ള രീതിയിൽ ഡോക്ടർ എന്നോട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തെങ്കിലും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ 9 ഡേയ്സോളം കുഞ്ഞിന് ഇങ്ങനെ ഫീവർ കൂടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഫീവർ വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് ഫീവർ വരില്ല, കുഞ്ഞ് ഓക്കെ ആയിരിക്കും, കളിക്കും, ചിരിക്കും, എല്ലാം ഉണ്ട്. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം പിന്നെയും ടെമ്പറേച്ചർ വളരെയധികം ഹൈ ആകും. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും ദിവസമായിട്ടും ഫീവർ കുറഞ്ഞില്ല, അതുകൊണ്ട് വാക്സിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള മെനിഞ്ചൈറ്റിസ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലെംബാർ പങ്ക്ചർ എന്നൊരു ടെസ്റ്റ്, ലെംബാർ പങ്ക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നട്ടെല്ലിൽ നിന്നും ഫ്ലൂയിഡ് തുളച്ചെടുക്കുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്തിട്ട് മെനിഞ്ചൈറ്റിസ് ആണോ എന്ന് ഉറപ്പിക്കണം എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞു. അപ്പം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം, ഇനിയും ഫീവർ വന്നിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇവൾക്ക് മെനിഞ്ചൈറ്റിസ് ഒരിക്കലും വരില്ല, ഒരു കാരണവശാലും വരില്ല, ഇവൾക്ക് അങ്ങനത്തെ ഒരു ടെസ്റ്റും ചെയ്യേണ്ട വരില്ല, മാതാവ് കൂടെ ഉള്ള കുഞ്ഞാണിത്. എൻ്റെ ചേച്ചിമാരും അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ചേച്ചിമാരും ഇതുപോലെ തന്നെ, എൻ്റെ സെക്കൻഡ് സിസ്റ്ററും ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം ചേച്ചിയും ഇതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു, ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു. പിറ്റേ ദിവസം ഫീവർ വന്നില്ല അവൾക്ക്. പിറ്റേ ദിവസം ഇതുപോലെ ഫീവർ വരികയാണെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത്. മാതാവ് അനുഗ്രഹിച്ച് അവളുടെ ആ ഒരു കണ്ടീഷൻ പൂർണ്ണമായിട്ടും മാറ്റി. അതുപോലെ ഇവൾ ഡെലിവറി സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം 5 ദിവസമേ ആകെ NICU വെക്കേണ്ട വന്നുള്ളൂ. 1, 2, 3 മാസം NICU വെക്കണം എന്ന് പറഞ്ഞ കുഞ്ഞാണ് വെറും 5 ദിവസം കൊണ്ട് NICU ഞങ്ങളുടെ കയ്യിലേക്ക് എത്തിയത്. കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. സ്കാൻ ചെയ്തതിൽ 2 കിഡ്നി ഉണ്ടെന്ന് സ്കാൻ റിപ്പോർട്ടിൽ വന്നു. അതുപോലെ കുഞ്ഞിന് ഫസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ എക്കോയിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ എക്കോയിലുള്ള ഇഷ്യൂ ഹാർട്ടിന് ഹോൾ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് 3rd മന്തിൽ ഒന്നും കൂടി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ വിഷൻ, അതുപോലെ ഹിയറിംഗ് പ്രോബ്ലം, ഇങ്ങനെയൊക്കെ കുഞ്ഞിന് വരാമെന്ന് പറഞ്ഞു. അതൊക്കെ മാതാവായിട്ട് ഒന്നും വരാതെ നല്ല രീതിയിൽ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ കുഞ്ഞിനെ തന്നു. അപ്പം 3rd മന്തിലെ സ്കാനിങ്ങിൽ എക്കോയിൽ പിന്നെയും ഹോൾ ഉള്ളതായിട്ട് എക്കോ എടുക്കുന്ന ടെക്നീഷ്യൻ കണ്ടുപിടിച്ചു. ടെക്നീഷ്യൻ പറഞ്ഞു ഇങ്ങനെ ഹോളുണ്ട്, അതുകൊണ്ട് ജന്മന ഹോൾ ഉള്ളതാണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഹോളോ അങ്ങനെ ഞങ്ങൾ കേട്ടിട്ടില്ല, ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹോൾ ഉള്ളതായിട്ടാണ് തോന്നുന്നത്, ഡോക്ടറിനെ കൊണ്ട് ഒന്നും കൂടി നോക്കിക്കാം എന്ന് പറഞ്ഞു. അപ്പം ആ സമയത്തൊക്കെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ മാതാവേ, അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെങ്കിൽ, ഞാനിവിടെ സാക്ഷ്യം പറയണമെങ്കിൽ, ഈ സാക്ഷ്യത്തിലൂടെ മറ്റുള്ളവർ ഇത് അറിയണമെങ്കിൽ, അമ്മ ഈ കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഒരു ഹോളും ഇല്ലാതെ എനിക്കിപ്പോൾ തന്നെ അത് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ഞാൻ ആ എക്കോ എടുക്കുന്ന ആ സമയം ഫുള്ള് മാതാവിൻ്റെ കാശുരൂപം ഇവളുടെ നെഞ്ചിൽ ഇടതുവശത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം എക്കോ എടുത്തപ്പം ഇവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, ഫുൾ നോർമലായിരുന്നു. മാതാവ് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കുഞ്ഞിലൂടെയാണ് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നത്. അതിന് അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയുവാനുണ്ട്. അതുപോലെ തന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് എല്ലാ ആഴ്ചയിലും പ്രഗ്നൻസി സിസേറിയന് പോകുന്നിട്ട് ലാസ്റ്റ് വീക്ക് വരെ ഫുഡ് ഞാനും അമ്മയും കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ട് കൂത്താട്ടോളത്ത് പള്ളിയിലോ അല്ലെങ്കിൽ ചേർപ്പുങ്കൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചേർപ്പുങ്കൽ പള്ളിയിലോ ആയിട്ട് 5 or 10 പേർക്ക് കൊടുക്കുമായിരുന്നു. സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം ഒരു 3 മാസത്തിന് ശേഷം ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് അടുത്തുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനുമായിട്ട് വിതരണം ചെയ്യുമായിരുന്നു. ഇനിയും ജീവിത അവസാനം വരെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി തന്നെ നിലനിർത്തണമെന്നാണ് പ്രാർത്ഥന. മരണം വരെയും ഈ സാക്ഷ്യം, ഈ ഉടമ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് കുഞ്ഞിനും ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അമ്മയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ ഹന്നായുടെ പ്രാർത്ഥനയുണ്ട്. മക്കളില്ലാതിരിക്കുന്ന ഹന്ന വാഗ്ദാന പേടകത്തിനടുത്ത് അവളുടെ അധരങ്ങൾ മാത്രം ചലിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥയിൽ, അതായത് ഒരു ഭ്രാന്തിയെപ്പോലെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, സങ്കടം കൊണ്ടാണത്. സങ്കടം കൊണ്ട് അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് പോലെയാണ് ഏലി പുരോഹിതന് തോന്നുന്നത്. അപ്പോൾ പുരോഹിതൻ അവളോട് ചോദിക്കുന്നുണ്ട്, നീ മദ്യപിച്ച് വന്നിരിക്കുകയാണോ എന്നൊക്കെ. എന്നാൽ അവൾ പറയുകയാണ്,
എന്നെ അധപ്പതിച്ചവളായി കാണരുതേ. എനിക്കൊരു കുഞ്ഞില്ല, എൻ്റെ ഹൃദയ വ്യഥയാണ് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുരോഹിതൻ അവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിടുന്നുണ്ട്, സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. തങ്ങളുടെ കുഞ്ഞിൻ്റെ സാക്ഷ്യം എലിസബത്ത് മാത്യു എന്ന ഈ മകള് ഇവിടെ പങ്കുവെക്കുമ്പോൾ ഓരോ ഘട്ടങ്ങളും ഈ മകള് വിവരിച്ച് തന്നെ പറഞ്ഞു. ഈ മകളൊരു ഡയറ്റീഷ്യനാണ്, മെഡിക്കൽ ലെവലിൽ അറിവുള്ളയാളാണ്. അപ്പോഴിങ്ങനെയുള്ളപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴേ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറയില്ല, എനിക്കത് ഒരു അല്പം നാണക്കേടാണ് എല്ലാവരുടെയും മുമ്പിലൊക്കെ പറയാൻ എന്ന് പറഞ്ഞ് മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം എന്നാണ് ഈ മകൾ പറഞ്ഞത്. ഇന്ന് അൾത്താരയിൽ കയറി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ തിരുനടയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ തനിക്ക് ലഭിച്ച കൃപയ്ക്ക് ഈ മകളും കുടുംബവും നന്ദി പറയുകയാണ്. തൻ്റെ ആ കുഞ്ഞിനെ 24 ആഴ്ചയ്ക്കുള്ളിൽ ആ കുഞ്ഞിനെ പുറത്തെടുക്കണം, അല്ലെങ്കിൽ കുഞ്ഞ് ജീവിക്കില്ല. ഗർഭാശയം ചുരുങ്ങി വരുന്നു, കുഞ്ഞിന് വേണ്ടതായ പ്രോട്ടീൻസ് ഒന്നും കിട്ടുന്നില്ല. അമ്മയോ കുഞ്ഞോ അല്ലെങ്കിൽ രണ്ടുപേരുമോ അതിന് അപകടമാകുന്ന രീതിയിലാണ് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ജീവിതം. കുഞ്ഞുണ്ടായാൽ തന്നെ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ്, ഡൗൺ സിൻഡ്രം, കുഞ്ഞിൻ്റെ ഒരു കിഡ്നി കാണാനില്ല. ഇങ്ങനെ നാം കേട്ടതൊക്കെ ഇല്ല എന്നുള്ള കുറേ കാര്യങ്ങളാണ്. അതായിരുന്നു ആ സ്കാനിങ്ങിൽ മൊത്തം ഡോക്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെയാണ് റിപ്പോർട്ട് വന്നത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറിയോ എന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ മാറിയില്ല, വീണ്ടും ഒന്നിനൊന്നിന് കൂടുതലാവുകയാണ് ചെയ്തത്. എന്നാൽ ഇടയ്ക്ക് പതറിപ്പോയെങ്കിലും ഉടമ്പടി ആരാധന, അതുപോലെ യൂട്യൂബിലൂടെയുള്ള സാക്ഷ്യങ്ങൾ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഡോക്ടറിനോട് പ്രത്യേകം അനുവാദം ചോദിച്ച് ഹസ്ബൻഡുമൊത്ത് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥന, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുമ്പോൾ ഈശോയുടെ തിരുരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞിന് കിട്ടുന്ന പ്രത്യേകമായ കുഞ്ഞ് തൻ്റെ ഉദരത്തിൽ അനങ്ങുന്നതായിട്ടൊക്കെ ഈ മകൾക്ക് തോന്നുന്നു. അതുവരെയും അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരവസ്ഥ. ഇങ്ങനെയൊക്കെ നമ്മെ ചിന്തിപ്പിക്കുന്നതും നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ ഒത്തിരിയേറെ അനുഭവങ്ങളാണ് ഈ കുഞ്ഞിൻ്റെ പ്രഗ്നൻസിയിലുടനീളം ഈ കുടുംബവും ഈ മകളും അനുഭവിച്ചു കൊണ്ടിരുന്നത്. പിന്നീട് 24-ാമത്തെ ആഴ്ചയിൽ പുറത്തെടുക്കണമെന്ന് പറഞ്ഞ കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്തി. ആ കുഞ്ഞിനെ പിന്നീട് അമ്മ കാണിച്ചു കൊടുത്ത ഒരു ഡേറ്റിൽ തന്നെ ആ കുഞ്ഞ് ഡെലിവറി ആകുവാനായിട്ട് പൂർണ്ണ ആരോഗ്യത്തോടെ, യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ ആ കുഞ്ഞിനെ ഇവർക്ക് കിട്ടുകയാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു. തങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, അതുപോലെ തന്നെ താൻ പ്രഗ്നൻസിയിൽ ഇത്രയേറെ കോംപ്ലിക്കേഷൻസ് ഉള്ളപ്പോഴും തൻ്റെ അമ്മയുടെ കൂടെ ഈ മകള് മറ്റുള്ളവർക്ക് ഫുഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അമ്മയെ സഹായിക്കുന്നു. ഡെലിവറി കഴിഞ്ഞ് 3 മാസത്തിന് ശേഷം വീണ്ടും കാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി. എൻ്റെ കുഞ്ഞ് വലുതായി വരുംതോറും ഞാൻ അവളെ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു വളർത്തും. ഞാൻ എന്നും എൻ്റെ കുടുംബവും ഞാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകും. ഇതൊക്കെ പറഞ്ഞാണ് ഈ സാക്ഷ്യം ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഇടപെടലുകൾ, കർത്താവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം, ഇടപെടലുകൾ, ഇതൊക്കെയാണ് ഈ അനുഭവ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. പ്രൊഫഷണൽ ലെവലിൽ ഒത്തിരിയേറെ തങ്ങൾക്ക് ബുദ്ധി ഉപയോഗിച്ചൊക്കെ പലതും പറയാനായിട്ട് പറ്റുന്ന പല പ്രൊഫഷണൽസുമാണ് ഇവിടെ വന്ന് തങ്ങളുടെ വിശ്വാസ ജീവിതം വർദ്ധിച്ചതും കൗദാശിക ജീവിതത്തിലൂടെ തങ്ങൾക്ക് കിട്ടിയ കൃപയുമൊക്കെ ഇത് ദൈവം മാത്രം തന്നതാണ് എന്ന് ഇവിടെ വന്ന് ഉച്ചത്തിൽ പ്രഘോഷിക്കുക. നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.